സുന്ദര താര ബീനാ കദാര സുന്ദര താര ബീനാ കഹരദന. മക്കളെ, ഇന്നിവിടെ നമ്മുടെ കുടുംബജോലി ശരിക്കും. ഇന്ന് നിങ്ങൾ ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. അദ്ദേഹം വന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ജോലികൾ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായേട്ടാ, ഞങ്ങൾ നോക്കിക്കോളാം. മക്കളെ, എല്ലാവരും ആ തിരുമേനി വന്നിരിക്കുന്നു. അമ്മേ വാ. നമസ്കാരമുണ്ട് തിരുമേനി. എൻ്റെ ദേവി. എൻ്റെ ദേവി, നീയേ ഈ തറവാടിന് തുണ. മഹേശ്വര. മാലു, നീ ഇപ്പോൾ പിള്ളേരെ ജാതകം എടുത്തോണ്ട് വാ, തിരുമേനി നോക്കട്ടെ. ശരി ഏട്ടാ. ഈ കാണുന്ന 4 പെൺകുട്ടികളുടെ ജാതകത്തിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ദേവിമോളുടെ ജാതകത്തിൽ ഒരു പ്രശ്നമുണ്ട്. എന്താ തിരുമേനി പ്രശ്നം? എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നമുണ്ടോ? നിങ്ങളുടെ ദേവിമോൾ, അവൾക്ക് എന്തെങ്കിലും പറ്റുമോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള പ്രശ്നമല്ലത്. ദേവമോൾക്ക് ഇപ്പോൾ 22 വയസ്സ് കഴിയാറായി. ഈ വയസ്സിൽ തന്നെയാണ് അവളുടെ കല്യാണം നടക്കേണ്ടത്. 22 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് 40-ലാണ് കല്യാണ യോഗം. നിങ്ങൾക്കറിയാലോ, ദേവമോള് പാർവതീദേവിയുടെ നക്ഷത്രമായ മകയിര നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കല്യാണം നടന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ തറവാടിന് തന്നെ ആപത്താണ്. അതും വെറും ഒരു പയ്യനെ കൊണ്ടല്ല, മഹാദേവൻ്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രമുള്ള പയ്യനെ കൊണ്ടാണ് ദേവമോളെ വിവാഹം കഴിപ്പിക്കേണ്ടത്. അവർ ശിവപാർവതിമാരെ പോലെ ജീവിക്കണം, എങ്കിലേ തറവാടിന് ആപത്തൊന്നും തട്ടാതിരിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു കാരണം കൂടിയുണ്ട്, അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് വസുദേവനും മാലിനിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദേവമോളുടെ വിവാഹം നടത്താൻ നോക്കും, അത് തിരുവാതിര നക്ഷത്രമുള്ളവനെ കൊണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ തറവാടിന് ആപത്താണ്. ശരി ശരി തിരുമേനി, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. എത്രയും പെട്ടെന്ന് ദേവമോളുടെ വിവാഹം നടത്താം. അടുത്ത മാസമാണ് അവൾക്ക് 23 അതിനു മുന്നേ തന്നെ വിവാഹം നടത്താം. തിരുമേനി, ഈ മാസത്തിൽ തന്നെയുള്ള ഒരു നല്ല മുഹൂർത്തം കുറിച്ച് തന്നാലും. ഈ മാസം 18-ന് പൂയമാണ്, അന്ന് നടത്താം. നല്ലൊരു മുഹൂർത്തമാണ്. നക്ഷത്രങ്ങളെല്ലാം നക്ഷത്ര രാജാവായ പൂയ നക്ഷത്രത്തെ വാഴ്ത്തുന്നത് അന്നാണ്. ശരി തിരുമേനി, അന്ന് തന്നെ നടത്താം. ദേവുവിൻ്റെ കല്യാണം ഉറപ്പിച്ചെന്ന് അഗ്നികേട്ടൻ തന്നെയാണ് ദേഷ്യം കാണിക്കുന്നത്. ആർക്കറിയാം, അങ്ങേരുടെ മനസ്സിലുള്ളത് അങ്ങേർക്ക് മാത്രമേ അറിയൂ. അതൊരു പരമാർത്ഥ സത്യം തന്നെയാണ്. എന്താ ബസ്വേട്ടാ, ഇവിടെ ഒരു കാറൊക്കെ വന്ന് കിടക്കുന്ന കണ്ടു. സുമേ, അത് കുടുംബജോത്സ്യരൊന്ന് വന്നിട്ട് പോയതാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബസ്വേട്ടാ?
അത് പിന്നെ ദേവുമോളുടെ ജാതകത്തിൽ കുറച്ച് പ്രശ്നമുണ്ട്. അതുകൊണ്ട് 23 മുന്നേ കല്യാണം നടത്തണം. അതിൻ്റെ കാര്യം പറയാൻ വന്നതാണ് ജോത്സ്യർ. അടുത്ത 18-ാം തീയതിക്കുള്ളത് കല്യാണം നടത്തുന്നതാണ് പറയുന്നത്. പക്ഷേ ചെറുക്കനെ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതും തിരുവാതിര നക്ഷത്രമുള്ള ചെറുക്കൻ. ഓ, ഇതായിരുന്നു കാര്യം. ഞാൻ അങ്ങ് പേടിച്ചു പോയി. നിങ്ങൾ വിഷമിക്കണ്ട, എൻ്റെ മകന് തിരുവാതിര നക്ഷത്ര. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ദേവുമോളെ എനിക്ക് തന്നൂടെ? ഞങ്ങൾ നോക്കിക്കോളാം. അവനാണെങ്കിൽ ഇവിടെ പ്രൈവറ്റ് കമ്പനിയിൽ നല്ലൊരു ജോലിയുണ്ട്. ആ, നിൻ്റെ മോനെ എനിക്കറിയായിരുന്നു. അവൻ്റെ പേരെന്തായിരുന്നു? ആ, വിവേക്. ദേവുമോൾക്ക് സമ്മതമാണെങ്കിൽ നമുക്കിതങ്ങ് നടത്താം. പിന്നെ നീ പുറത്തുനിന്ന് പയ്യനെ ആലോചിക്കലുണ്ടല്ലോ. പിന്നെ ദേവുമോളെ ഇവിടെ വിട്ട് പോകുന്നത് ഞങ്ങൾക്കും ഇഷ്ടമല്ല. ഇതാകുമ്പോൾ പിന്നെ അടുത്താണല്ലോ. അതെന്തായാലും നന്നായി. ദേവുമോളെ, നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമാണോ? ഞങ്ങൾ ആരും നിന്നെ നിർബന്ധിക്കും. പിന്നെ നിൻ്റെ ഇഷ്ടമാണല്ലോ വലുത്. പിന്നെ വിവേകിനെ നിനക്ക് ചെറുപ്പം മുതലേ അറിയുന്നതല്ലേ? അവൻ നല്ലൊരു പയ്യനല്ലേ? അതെ, നിനക്ക് സമ്മതമാണോ മോളെ? എനിക്ക് സമ്മതമാണ് അച്ഛാ ഈ വിവാഹത്തിന്. വിവേകേട്ടനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാമല്ലോ. എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നാളെ തന്നെ വിവേകിനെയും കൂട്ടി പെണ്ണ് ചോദിക്കാൻ വാ. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. ശരി ഏട്ടാ, ഞങ്ങൾ നാളെ തന്നെ വരാം. അല്ല, ഈ പുള്ളിക്കാരിയല്ല, ഈ വിവേകാരെ? ഈ ചേച്ചിയുടെ പേര് സുമ. അപ്പുറത്തെ വീട്ടിലാണ് താമസം. ആ ചേച്ചിയുടെ മകനാ വിവേക്. അദ്ദേഹമായിട്ടാ ദേവുവിൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത്. ഓ, ഐ സി. അത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നീ സത്യം മാത്രം പറയണം. ചോദിക്ക്. ഡു യു ലവ് ഹർ? ദേവുമോളെ എനിക്ക് ഇഷ്ടമാണ്. അബ്സല്യൂട്ട്ലി നോ. ഇനി ഇമാതിരി ചീപ്പ് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്തേക്ക് വരരുത്. വേണ്ടെങ്കിൽ വേണ്ട. ആ പാവം വിവേക്, അവനും ദേവുമോളും ആ ചേരുന്നേ. അവരെന്നെ കെട്ടിക്കോട്ടെ. അതിന് എൻ്റെ കാര്യം ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഗെറ്റ് ഔട്ട് ഫ്രം മൈ റൂം. കിടന്ന അമറാതറ. ഗെറ്റ് ഔട്ട്. ബസ്സേട്ടാ, അവരെത്തി. വാ, നിങ്ങൾ കയറിയിരിക്കുക. ആ, നിങ്ങൾ വന്നോ? മാലു, അമ്മേ, എല്ലാവരും വാ. നമസ്കാരം മുത്തശ്ശി. നമസ്കാരം മോനെ. എല്ലാവരുമായിട്ടും ഞാൻ പറയാം, ഇത് എൻ്റെ മോൻ വിവേക്. എല്ലാവർക്കും അറിയുമൊന്നും ചെയ്തല്ലോ, അതുകൊണ്ട് ഇപ്പോഴേ പറഞ്ഞേ. ഇവൻ്റെ പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി. എന്നാൽ പിന്നെ അധികം താമസിക്കണ്ട, മോളെ വിളിക്കാം. അല്ലേ ബസ്സേട്ടാ? അതെ. മാലു, മോളെ വിളിക്കടാ. ആ ഏട്ടാ. അവൾ തെன்றൽ മുഖംദാനാ തൂരികை കാരികை നീ செய்த வண்ணங்கள் உன்னை போலே என் பிம்பம் உள்ளே வாழ்வது தானா நீதானா. എന്തായാലും പറഞ്ഞ രീതിക്ക് തന്നെ നമുക്ക് കല്യാണം ഡയറക്റ്റ് നടത്താം. അതുപോലെ വിശ്വ? എനിക്ക് പ്രശ്നം എന്താ ബസ്സേട്ടാ? നിനക്ക് സമ്മതമല്ലേ വിവേക്? എനിക്ക് ദേവുവിനെ കെട്ടുന്നതുകൊണ്ട് എതിർപ്പൊന്നുമില്ല. എനിക്ക് സമ്മതമാണ്. ദേവുമോൾക്ക് സമ്മതമാണോ? എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല ആൻറ്റി. അഗ്നിയേട്ടാ, അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന്. അവർ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് എത്താന്നാണ് പറഞ്ഞത്. ആ, ഡാ ചെറുക്ക, നീ ഇൻ്റെ മുന്നാണോ? പോയി റെഡി ആയിക്കേ. ദേവുവിൻ്റെ വിവാഹമല്ലേ ഇന്ന്, പോയി റെഡിയാപ്പാ. ഓ, നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചില്ല എനിക്ക് അവളെ ഇഷ്ടമാണ്. അപ്പം നീയല്ലേ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ലെന്ന്. പിന്നെന്തോ ഇപ്പം കാണിക്കുന്നത്? പോയി റെഡി അവിടെ ചെറുക്ക.
മുഹൂർത്തായി, പെൺകുട്ടിയെ വിളിച്ചോളൂ. ശരി തിരുമേനി. நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே வேறென்று விதையென்று வீழ்த்தோம் மலர்ந்த இதயத்தை தோட்டம் பூக்குதே வாலின்றி போரின்றி வலிக்கின்ற யுத்தமின்றி இதயத்தை வனக்குள் என ദൈവമോളെ കാണാൻ എന്തൊരു ഭംഗിയേട്ടാ. അത് ശരിയാ, നല്ല ഐശ്വര്യമുള്ള മോള. അവൾ കുഞ്ഞായിരുന്നപ്പോൾ കണ്ട് പരിചയമുള്ളൂ എനിക്ക്. ഇപ്പോൾ വളർന്ന് വലിയ സുന്ദരി കുട്ടിയായി. എനിക്കിഷ്ടപ്പെട്ടു അവളെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവളെ മരുമകളായിട്ട് വേണമെന്നുണ്ടായിരുന്നു ഏട്ടാ. പക്ഷേ നമുക്ക് വിധിയില്ല. അവളെ കിട്ടണമെങ്കിൽ നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. നമ്മുടെ മകൻ ഞാൻ തീരുമാനിക്കണ്ടേ. ഇനി പയ്യനെ വിളിച്ചോളാ. വസു ഒരു പ്രശ്നമുണ്ട്. എന്താ വിശ്വ? അത് പിന്നെ ഞങ്ങളുടെ മോൻ വിവേകിനെ കാണുന്നില്ല വസു ഏട്ടാ. എന്ത് കാണുന്നില്ലെന്നോ? നിങ്ങളെന്ത് വട്ടായി പറയുന്നേ വിശ്വ? അത് പിന്നെ ഏട്ടാ, അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നോ ആ കുട്ടിയോട് പോവാണെന്നും പറഞ്ഞ് കത്തെഴുതി വെച്ച് അവൻ ഇവിടുന്ന് പോയി ഏട്ടാ. എൻ്റെ മോളോട് ഞാൻ എന്ത് പറയും? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ബോധമുണ്ടോ? ഇന്ന് തന്നെ ദൈവമുള്ള വിവാഹം നടക്കേണ്ടതല്ലേ? അതും തിരുവാതിര നക്ഷത്രക്കാരനായ ഒരാൾ. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എന്താ ഒരു പ്രശ്നം? എന്ത് പറ്റുമാലും എന്തിനാ നീ കരയുന്നേ? എടുത്തി വിവേകിനെ കാണാനില്ലെന്ന്. അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കൂടെ പോവാന്ന് പറഞ്ഞിട്ട് കത്തെഴുതി വെച്ച് ഒളിച്ചോടി. ഞാൻ ദൈവമോളോട് ഇനി എന്ത് പറയും? അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാ? അതാ ഞങ്ങളും ആലോചിക്കുന്നത്. ഇന്ന് തന്നെ ദൈവമോളുടെ വിവാഹം നടക്കണം. ഇല്ലെങ്കിൽ തറവാടിന് ആപത്താണ്. അതും തിരുവാതിര നക്ഷത്രമുള്ള ചെറുക്കൻ. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ എവിടുന്ന് ചെറുക്കനെ കണ്ടുപിടിക്കാനാ? അതുമാത്രമല്ല ദൈവമോളെ സുരക്ഷിതമായ ഒരു കൈ തന്നെ വേണ്ടി ഏൽപ്പിക്കാൻ എനിക്കറിയില്ല. തിരുവാതിര നക്ഷത്രക്കാരനായ ചെറുക്കനോ? അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ മകൻ അഗ്നിദേവ്, അവൻ തിരുവാതിര നക്ഷത്രക്കാരനാ. ദേവുനെ അവനെ കൊണ്ട് കെട്ടിക്ക്. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം ദൈവമോളെ. അവളെ എൻ്റെ അടുക്കിലേക്കല്ലേ വരുന്നേ? അതെ വസു, ദൈവമോളെ ഞങ്ങൾക്ക് തന്നേക്ക്. അഗ്നിമോൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. സത്യമാണോ മഹേന്ദ്ര? ദേവുനെ ഞാൻ നിങ്ങൾക്ക് തരട്ടെ. പക്ഷെ അഗ്നിക്ക് സമ്മതമാണ് ഈ വിവാഹത്തിന്? അവൻ സമ്മതിക്കും. അല്ലെങ്കിൽ ഇതാ അവനോട് ഞാൻ ചോദിക്കാം. അഗ്നി എന്താടാ? മോനെ കണ്ണ, എനിക്ക് ദൈവമോളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ? വിവേക് അവന് ഇഷ്ടമുള്ള പെൺകുട്ടികളോട് ഒളിച്ചോടിപ്പോയി. പിന്നെ തിരുവാതിര നക്ഷത്രമുള്ളവൻ നീയാണ്. നിനക്ക് സമ്മതമാണോ ദൈവമോളെ വിവാഹം കഴിക്കാൻ? എനിക്ക് സമ്മതമാണ് ഡാഡ്. കേട്ടല്ലോ, അവന് സമ്മത. ഇനി ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ ബസ്സേട്ടാ? അതെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ദൈവമോളെ, അമ്മായി ഒരു കാര്യം പറഞ്ഞാൽ നീ സങ്കടപ്പെടരുത്. എന്താ അമ്മായി? അത് പിന്നെ മോളെ, വിവേക് അവന് വേറൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന്. അവൻ അവളോട് വിളിച്ചോടി ഇവിടുന്ന്. കത്തെഴുതി വെച്ചിട്ടാ പോയേ. അതുകൊണ്ട് തിരുവാതിര നക്ഷത്രമുള്ള ചെറുക്കൻ അഗ്നിയാണ്. അവനെക്കൊണ്ടാണ് നിന്നെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നത്. മോളിത് ഉൾക്കൊണ്ടേ പറ്റൂ. മോളുടെ വിവാഹം തിരുവാതിര നക്ഷത്രമുള്ള അഗ്നിയുമായിട്ട് ഇന്ന് തന്നെ നടക്കണം. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനൊരു തീരുമാനം എടുത്തത്. മോൾ ഞങ്ങളോട് ക്ഷമിക്കണം. അമ്മ, വിവേകേട്ടന് പകരം അഗ്നിയേട്ടനോ? എന്തൊക്കെയോ ദേവി ഇത്. എനിക്കെന്നെ പരീക്ഷിച്ച് മതിയായില്ലേ? താലി കെട്ടിക്കോളാ. താലി? എനിക്ക് ഈ വിവാഹം വേണ്ട. അയ്യോ ദൈവമോളെ, അവിടെ ഇരിക്കേ. അമ്മ പറയുന്ന കേൾക്കും മോളെ, അന്ന് അവിടെ ഇരിക്കേ.
ദേവമോളെ, പണ്ട് മുത്തശ്ശി പറയില്ലായിരുന്നോ, എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഒരു രാജകുമാരൻ വരുമെന്ന്? ആ രാജകുമാരനാണ് ഇത്. ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ വിവാഹം വേണ്ട. നിനക്ക് ഈ വിവാഹം വേണ്ട അല്ലടി? सुन्दरतर पीनागधर हर सुन्दरतर पीनागधर हर गङ्गाधर गज चर्माम्बरधर गङ्गाधर गज